നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ ഒരു ബോംബ് ഉടൻ വീഴുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഓഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ വീഡിയോ രൂപത്തിലോ എങ്ങനെ വേണമെങ്കിലും ആകാം. അത് ആരുടെ നെഞ്ചിലേക്കാണെന്നും അറിയില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഒരു വാർണിംഗ് ആണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജസ്റ്റേഴ്സിൽ നിന്നൊക്കെ മനസ്സിലായിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു വലിയൊരു ബോംബ് കേരളത്തിൽ പൊട്ടിക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതെ, വി ഡി സതീശനെ നമുക്ക് അറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെ ഒന്ന് തളർന്നു പോയ വീഡിയോയാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വരെ കണ്ടത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പഴയ പ്രൗഢിയോടുകൂടിയാണ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഒരു അഹങ്കാര ഭാവത്തോടെ ഞാൻ കാണിച്ചു തരാം. അത് അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷയിലും ശരീരഭാഷയിലും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അത് തക്കതായിട്ടുള്ള ഒരു ബോംബ് മാത്രമല്ല, വി ഡി സതീശൻ ഒന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വന്നപ്പോൾ മുതൽ ഏറ്റവും അധികം എതിർത്തത് വി ഡി സതീശനായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അത്യാവശ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് വി ഡി സതീശനാണ് ഏറ്റവും കൂടുതൽ മാങ്കൂട്ടത്തിനെ എതിർത്തത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം വി ഡി സതീശൻ എന്തുകൊണ്ടാണ്, കാരണം എൻ്റെ മക്കൾ എന്ന് പറഞ്ഞു കൊണ്ട് നടന്ന രാഹുൽ, ഷാഫി ഇവരെയൊക്കെ പെട്ടെന്ന് എന്തു പറ്റി സതീശന് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം വി ഡി സതീശൻ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭരണവും ഒപ്പം മുഖ്യമന്ത്രി എന്ന സ്ഥാനവും. അപ്പോൾ അതിന് ഭംഗം വരുന്ന തരത്തിലായിരുന്നു കുറേ നാളുകളായിട്ട് ഷാഫി, രാഹുൽ മാങ്കൂട്ട ഈ യുവതലമുറയുടെ ഒരു വി ഡി സതീശനോട് എതിർത്ത് നിൽക്കുന്ന ഒരു നില നമുക്ക് ഈ ഇടകാലങ്ങളിൽ കാണാൻ സാധിച്ചു. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം ആദ്യം ചാണ്ടി ഉമ്മൻ ഐ ഗ്രൂപ്പിൽ നിന്ന് വന്നു, പിന്നെ ചാണ്ടി ഉമ്മൻ, ഈ പറഞ്ഞതുപോലെ പിന്നെ വി ഡി സതീശൻ. പക്ഷേ കുറച്ച് നാളായി രാഹുൽ, ഷാഫി ഇവരൊക്കെ കെ സി വേണുഗോപാൽ പക്ഷത്തോട് കുറച്ചുകൂടെ ഇടം പിടിക്കുന്നതായിട്ട് കാണും. ഇത് ഒരു പക്ഷേ വി ഡി സതീശനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ മക്കൾ തൻ്റെ ഇടതും വലുതുമായിട്ടൊക്കെ നിന്ന് പോരാടിയ ആ ഒരു യുവതലമുറ കൈവിട്ടു പോയി, തിരികെ കൊത്തുന്നു എന്നുള്ളൊരു രീതി കാണും. കെ സി വേണുഗോപാലിന് കേരളത്തിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന് അതിൻ്റെ ഒരു ഉദാഹരണ സഹിതമാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. അറിഞ്ഞിരുന്നോ? നല്ല മനോഹരമായ കെട്ടിടമാണ്. അതൊന്ന് കാണേണ്ട. പച്ച നിറഞ്ഞ ആ ചന്ദ്രക്കലയിൽ മുങ്ങി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് അതിനോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിന് ഒരു അവാർഡ് നൽകിയിട്ടുണ്ട്. അതായത് രാഷ്ട്ര നന്മ അവാർഡ്, ഈ അഹമ്മദിന്റെ പേരിലുള്ള രാഷ്ട്ര നന്മ അവാർഡാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗും കെ സി വേണുഗോപാലും തമ്മിലുള്ള ഒരു ടൈപ്പ്. അപ്പം സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരുപക്ഷെ വി ഡി സതീശൻ ഇത്. കാരണം കെ സി വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഗ്രൂപ്പുകൾക്ക് വലിയ സാരമായ ക്ഷതം ഏൽക്കാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് വേണുഗോപാൽ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു തലമുറയും ഇങ്ങനെ ഒരു യൂത്തും അതേപോലെ തന്നെ വേണുഗോപാൽ പക്ഷം പിടിക്കാനേ അത് നല്ല രീതിയിൽ വി ഡി സതീശനെ ഒന്ന് ഉലയ്ക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ വി ടി ബൽറാം മാത്രമേ ഉള്ളൂ സതീശൻ പക്ഷത്ത് ഇപ്പം നിൽക്കുന്നത്. രാഹുലിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കൂട്ടത്തിൽ വി ടി ബൽറാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു 3 ഗ്രൂപ്പായി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. ഒന്ന് രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, ഇപ്പോൾ കെ സി വേണുഗോപാൽ. ഇങ്ങനെ ഒരു 3 രീതിയിൽ ചിഹ്ന ഭിന്നമായി കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇന്ന് തുടങ്ങുന്നതല്ല. പണ്ട് കാലം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയല്ല. ഒരു പക്ഷേ CPM BJP എന്ന് പറയുന്ന 2 കേഡർ പാർട്ടികളാണ്. അത് അവിടെ ഈ പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവ് പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ആ പാർട്ടിയിലെ മറ്റു നേതാക്കന്മാർക്കില്ല. പക്ഷെ ഇത് അവരുടെ അടിത്തട്ടിൽ നിന്ന് തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനം എങ്ങനെയാണോ നടത്തുന്നത് ആ മുതലാളിത്ത വ്യവസ്ഥയിൽ തന്നെയാണ് ആ പാർട്ടികൾ പോകുന്നത്. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ആരെങ്കിലും വാ തുറന്നാൽ അവർ പുറത്തു പോകും. അവർ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ തന്നെയാണ് മുകേഷ് MLA. ഇപ്പം മുകേഷ് MLAയുടെ പ്രശ്നം ഇന്നും MV ഗോവിന്ദനോട് ചോദിച്ചാൽ എന്താണ്, അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട. അത് പഴയതായാലും ഇപ്പോഴത്തെ പീഡനം തന്നെയല്ലേ. അപ്പം പഴയ ലീലാവിലാസമാണെങ്കിൽ ഇപ്പോഴത്തെ ലീലാവിലാസം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു പോസ്റ്റ് ഞാൻ ഒരിക്കൽ കൃഷ്ണേന്ദുവിനെ എടുത്തു തന്നില്ലേ, ഒരു ട്രോള് വന്നതാണ് പ്രോഗ്രാമിന്റെ ചാർട്ടിന്റെ. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ചാർട്ടിന്റെ ട്രോളും വന്നപ്പോൾ തന്നെ നമുക്കറിയാം
CPM-ന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ ജില്ല വരെ ഓരോ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങളുടെ കാര്യം അതൊന്ന് വായിക്കുക. അതെ അതെ, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ. അതിന് കാര്യപരിപാടി ആദ്യം പ്രാർത്ഥന. ജോസ് തെറ്റയിൽ മുൻ മന്ത്രി സ്വാഗതം. കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷൻ. KB ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി. ഉദ്ഘാടനം AK ശശീന്ദ്രൻ ബഹുമാനപ്പെട്ട വനം മന്ത്രി. മുഖ്യപ്രഭാഷണം ഡോക്ടർ തോമസ് ഐസക്. വിഷയം മൂന്നാറും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളും. പ്രതിഷേധ കോഴി പറത്തൽ M മുകേഷ് MLA. ആശംസ സർവശ്രീ P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. PK ശശി KTDFC ചെയർപേഴ്സൺ. ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് ചെയർമാൻ. CM രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി. അടുത്തത് സദാചാര ബോധവൽക്കരണ സന്ദേശം സർവശ്രീ BS യെഡിയൂരപ്പ. ബ്രിജ്ഭൂഷൺ പ്രജ്വൽ രേവണ്ണ. DYFI നേതാവ് വൈശാഖൻ. നന്ദി മാർഷോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ്. എല്ലാവരും ഉണ്ട്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാവരും ഉണ്ട്. ആൾക്ക് ഒരു വല്ലാത്ത കൈ കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഇടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് നോക്കിയോ, ഇപ്പൊ പിണറായി വിജയൻ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും സ്വീകരിക്കാൻ നല്ല ഒന്നാന്തരം ഇത്തരത്തിലുള്ള കോഴിമന്ത്രിമാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അത്രത്തോളം പ്രതിഷേധിക്കുന്നവർ ഇന്ന് VD സതീശൻ കൊടുത്ത ഒരു വാണിംഗ് ആണ്. കൂടുതൽ കളിക്കേണ്ട CPM-കാര് പലതും ഇനി പുറത്തു വിടും, ഇതുവരെ പുറത്തു വിട്ടതല്ല, എന്തോ ഉണ്ട് തക്കതായിട്ട് പുറത്തു വിടും എന്നുള്ളത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരുപക്ഷെ ഇതിനേക്കാളും വലിയൊരു ബോംബായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് പറയും, ഈ ഓരോ ഭരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഈ സർക്കാർ തലങ്ങളിൽ തന്നെ ഇപ്പൊ സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ളവർ തന്നെ ഇത്തരത്തിലുള്ള ഭരണപക്ഷത്തിനെതിരായിട്ട്, കാരണം അടുത്തത് ഇവർ ഭരിക്കില്ല എന്നുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു പക്ഷേ എതിർ പാർട്ടികൾക്ക് കൊടുക്കുന്നത് അത് വലിയ കാര്യങ്ങളായിരിക്കും, കള്ളത്തരങ്ങളായിരിക്കും. അത് എങ്ങാണമാണ് VD സതീശൻ അത്തരത്തിലുള്ള എന്തെങ്കിലും വമ്പൻ ബോംബാണ് ഇടുന്നെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഭരണപക്ഷം കത്തുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ തുടരെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആദ്യം ഒരാൾ വന്നു, റിനി വന്നു, പിന്നെ തുടരെയാണ് ഒരു ആക്രമണം ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. ഒരു ബലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പലരും ഇട്ട് ബോംബുകൾ ഇട്ട് കൊടുക്കും. അവർ പറയുന്നുണ്ട്, ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യമായി, അതുകൊണ്ടാണ് മുന്നോട്ട് വന്നതെന്ന് പറയും. അതെ. അപ്പൊ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും VD സതീശന്റെ നല്ല ഒന്നാന്തരം എന്തോ ഒരു സംഗതി ഉണ്ട്. പക്ഷെ അത് പൊട്ടുകയാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഈ പറഞ്ഞ 3 ഗ്രൂപ്പുകൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ അത് കൃത്യമായിട്ട് അത് ആ ബോംബ് പൊട്ടിക്കുകയാണെങ്കിൽ VD സതീശന് കേരളം ഒരു വില കൊടുക്കും, ഒരു വില കൊടുക്കുക തന്നെ ചെയ്യും. കാരണം അവിടെ മറ്റ് 2 പേർക്കും ഒരു ഇതില്ലാണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പരസ്പരമുള്ള കളികളാണ്. അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസ് പാർട്ടി നമുക്കറിയാം കേഡർ പാർട്ടിയല്ല. അത് പണ്ട് കാലം മുതലേ ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തന്നെ ആരും എന്തഭിപ്രായവും പറയാം, ആരെയും നന്നാക്കും, സ്വയം അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ളവരെ നന്നാക്കും. അത് ഈ ഭരണപക്ഷത്തുള്ളവരോ പ്രതിപക്ഷം ഒന്നും നന്നാക്കേണ്ട കാര്യമില്ല, മറ്റു പാർട്ടിക്കാരും നന്നാക്കേണ്ട, അവർ തന്നെ അവരുടെ ആൾക്കാരെ നന്നാക്കി എടുത്തോളും. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കുക, ഒരാൾ മറ്റൊരാളുടെ കുതികാല് വെട്ടി കയറുകയും ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ്. അവിടെ ആർക്കും എന്തും സ്വാതന്ത്ര്യത്തോടെ പോരാടുകയും സംസാരിക്കുകയും അവർക്ക് ഇതൊരു ശീലമാണ്. പക്ഷെ എന്നാൽ CPM-നകത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മുകേഷ് MLA വന്നപ്പോൾ എന്തായിരുന്നു, ഗോവിന്ദ പൊതിഞ്ഞു പിടിക്കുമായിരുന്നു, ധാർമ്മികത പറഞ്ഞ് പൊതിഞ്ഞു പിടിക്കുമായിരുന്നു. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെ രാജിവെപ്പിച്ചാൽ സുപ്രീം കോടതി വിധി അല്ലെങ്കിൽ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഈ ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾ എന്തായിരിക്കും നിലപാടെടുക്കുന്നത്? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച വ്യക്തി പോലും ആ പേര് പറയുന്നില്ല, രാഹുലിന്റെ പേരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി കേസ് പോയിട്ടില്ല. അപ്പൊ എന്ത് ധാർമ്മികതയാണ് രാഹുലിന് മാത്രമായിട്ടുള്ളത്? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളുടെ ഉള്ളു ചരിത്രങ്ങൾ ചകഞ്ഞെടുത്താൽ ഒന്നല്ല പലവിധ കാര്യങ്ങളും നമുക്കറിയാൻ കഴിയും. അത് എല്ലാ മേഖലയിലുമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ രാഹുലിനെ ക്രൂശിക്കുന്നത് ഒരു പക്ഷേ CPM-ഓ BJP അല്ല. ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ തന്നെ, അതിലെ ഈ പറഞ്ഞ സ്ത്രീ കോൺഗ്രസ് നേതാക്കളും ഒക്കെ. പക്ഷെ ഒരു കണക്കിന് അത് നോക്കുമ്പോൾ നല്ലത് തന്നെയാണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ്. പഴയ ജനമല്ല ഇപ്പോഴത്തുള്ള ജനം, ബുദ്ധിയും ബോധവും ഉള്ളവരാണ്. ഇത്തരത്തിലുള്ള കോഴി സ്വഭാവങ്ങൾ കാണിക്കാതിരിക്കുക. ഏതൊരു രാഷ്ട്രീയ നേതാവും പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളൊരു ഇതും കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രതികരിക്കുമ്പോൾ മറ്റുള്ള പാർട്ടികൾ ചൂളിപ്പോവുകയാണ്. അവരുടെ നേതാക്കന്മാർ ഇപ്പോഴും ആ സ്ഥാനങ്ങളിൽ ഇരിപ്പുണ്ട്. ഇനി എത്ര ഫൈറ്റ് ചെയ്താലും
ആ ഫൈറ്റിൽ വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു പക്ഷേ കോൺഗ്രസിനെ സഹായിക്കും. കോൺഗ്രസിന് ഇപ്പോൾ രാഹുൽ മൂലം ഉണ്ടാക്കി വെച്ച നാണക്കേടിൽ നിന്ന് ഒരു പരിധിവരെ അത് മാറാൻ സഹായിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ വി ഡി സതീശൻ്റെ നിലപാട്, അത് വി ഡി സതീശൻ എടുത്ത ഒരു നിലപാട്, അത് ഈ പറയുന്നോണം ജനങ്ങളോടുള്ള മതിപ്പ് കൊണ്ടൊന്നും അല്ല. വി ഡി സതീശന് അടുത്ത മുഖ്യമന്ത്രി സാധ്യത വേണം, സ്ത്രീ പക്ഷത്താണ് ഞാനെന്നുള്ളൊരു ഒരു അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒന്ന് ജനങ്ങളെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ രാഹുലും തിരുത്തി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഈ ഒരു ട്രാൻസ്വുമന്റെ ഈ ഒരു കാര്യം, ഈ അവന്തികയുടെ കാര്യം ഇന്ന് തന്നെ അവരുടെ ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞു, ഇത്തരത്തിലുള്ള പല ഉദ്യോഗസ്ഥന്മാരെയും ഇത്തരത്തിലുള്ള ഫോണുകളൊക്കെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുന്നു എന്നുള്ളത്. കാര്യങ്ങൾ ജനങ്ങളൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ അധികം സെക്കൻഡുകൾ മാത്രം മതി. ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഇപ്പം നമ്മളൊക്കെ വായിക്കുന്നവരും എടുക്കുന്നവരും സമൂഹത്തിൽ ഇടപെടുന്നവരും ഒക്കെയാണ്. ഇപ്പം ഈ പറയുന്ന ഹണിയുടെ പരാതി, അതിനകത്തൊരു വെള്ള ലവ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ബാക്കി ചാറ്റ് ഹണി ഇടാത്തത്? എന്തുകൊണ്ടാണ്? അവിടെ നാറുന്നത് ഹണിയാണെന്നറിയാം. കാരണം ഈ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റിംഗ് ആണ്, ഒരാൾ മാത്രമല്ല. പിന്നെ ഇതിനകത്ത് വാലും തലയും ഇല്ലാത്ത 1-2 ചാറ്റ് വന്ന് ആരാണെന്ന് പോലും അറിയില്ല. അതെന്തുകൊണ്ട് തുറന്നു വിടുന്നില്ല? ഇനി ഗർഭചിത്രം എന്ന് പറയുന്ന അത് ഇതിനകത്ത് ഉള്ളവരിൽ തന്നെ മാധ്യമങ്ങളുടെ ഇടയിൽ തന്നെ അത് ചർച്ച വന്നിരിക്കുന്നത് രാഹുലേട്ടൻ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഗർഭചിത്രത്തിന്റെ കാര്യം പറയുന്നത് ഒരു പക്ഷേ മാധ്യമങ്ങളുടെ ഇടയിൽ തന്നെ അത് ചർച്ചാ വിഷയമായി. ആ പെൺകുട്ടി പറയുന്നത് അത് ഞാൻ രാഹുലിനെ നേടാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു ഗർഭമേ ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് വരുന്നില്ല? ഗർഭമയുടെ അല്ലെ ഗർഭചിത്രം നടത്തിയത് എവിടെ? ഇതൊക്കെ ആരോപണങ്ങളാണ്. 2 വ്യക്തികൾ തമ്മിൽ അത്തരത്തിലുള്ള സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അവരവരുടേതായ സ്വകാര്യതയിലേക്ക് കടന്നിട്ട് ഒരു വ്യക്തി പോകുമ്പോൾ മറ്റൊരു വ്യക്തിയെ എടുത്തിട്ട് അലക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു 3-4 വർഷമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇതൊക്കെ. ഇത് പെട്ടെന്ന് രാഹുൽ കൊണ്ടുവന്ന ഒരു മുറിയിലിട്ട് ആരെയും പീഡിപ്പിച്ചിട്ട് അതാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ ചെയ്ത ഒരു തെറ്റ്, വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് രാഹുൽ ഏത് തരത്തിലാണ് തിരുത്തേണ്ടതെന്നുള്ളതാണ് രാഹുൽ ചിന്തിക്കേണ്ടത്. അത് തിരുത്തി ക്ഷമ ചോദിക്കേണ്ടുന്നിടത്ത് ക്ഷമ ചോദിച്ച് നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് തിരികെ വരിക തന്നെയായിരുന്നു. കാരണം ഏതൊരു മനുഷ്യനും തെറ്റുപറ്റും, തെറ്റ് തിരുത്തുക, മിക്ക അമ്മമാരും നമ്മുടെ കമന്റുകളിലൊക്കെ പറയുന്നത് എങ്ങനെയാണ്, രാഹുലിനെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട്. രാഹുൽ ചെയ്ത തെറ്റ് തിരുത്തുക, എവിടെയാണോ പാകപ്പിഴകൾ വന്നത് അത് തിരിച്ച് രാഷ്ട്രീയ ജീവിതത്തിലെ ഈ അടിച്ചമർത്തിയവരുടെ ഇടയിലേക്ക് തന്നെ രാഹുൽ തിരിച്ചു വരണം. ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയും കൂടെ ചിന്തിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ചേരുകളൊക്കെ തിരിച്ച് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇനിയും ഒരു 3ാം പിണറായി സർക്കാർക്ക് നിങ്ങൾ കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഒന്ന് ചിന്തിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി UDF ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടിയാണ്, ചില്ലറ പാർട്ടിയല്ല, പ്രതിപക്ഷ പാർട്ടിയാണ്. അതായത് 50-50 ജനങ്ങളുടെ പകുതി മനസ്സുള്ള പാർട്ടിയാണ്. അപ്പോൾ എത്രയോ ജനങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പാർട്ടിയുടെ ഓരോ നേതാക്കളും. കേരളത്തിൽ എന്താ UDFന് സ്ഥാനമല്ലേ? ഞാൻ കൃഷ്ണേന്ദുവിനോട് കഴിഞ്ഞ ചർച്ച പറഞ്ഞത് എല്ലാവർക്കും പാർട്ടിയുണ്ട് അല്ലേ? ഒരു പക്ഷേ 50-50 100 പേരുണ്ടെങ്കിൽ 50 പേരും ഓരോ പാർട്ടിയിൽ നിൽക്കും. ഇടതും വലതും നിൽക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന 30% കാണത്തുള്ളൂ. ഈ 30% ചിന്തിക്കുന്നത് ആരെ ജയിപ്പിക്കണമെന്നുള്ള. ആ 30%നെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ വികാരത്തെ മാനിക്കാതെ വീണ്ടും എതിർ പാർട്ടിക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും. എന്തായാലും വി ഡി സതീശൻ എടുത്ത നിലപാട് കൊള്ളാം. ഏതായാലും വരുന്ന ബോംബ് ചില്ലറ ബോംബല്ല. ഒരു പക്ഷേ ആ ബോംബ് നല്ല രീതിയിൽ പൊട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഭരണപക്ഷത്തിന് നിലവിൽ കളിച്ച കളികൾ അപ്പാടെ മുങ്ങിക്കഴിഞ്ഞാൽ അത് വി ഡി സതീശന് കേരളം ഒരു വില കൊടുക്കും. മാത്രമല്ല പിണറായി സർക്കാരിൻ്റെ വലിയൊരു കൊടിയ നാശത്തിലേക്കുമായിരിക്കും.